ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പിൽ അവിടുത്തെ ജിഹാദികൾ, ജമാഅത്ത് ഇസ്ലാമി ജിഹാദികൾ തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത്. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയും അതിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യാമെന്നുമായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്കെതിരെ പലയിടത്തും അക്രമങ്ങൾ നടന്നിട്ടുണ്ട്. പല ഹിന്ദുക്കളെയും അവർ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ സംഘി ജിഹാദികൾ ചെയ്യുന്നത് പോലെ ഭൂരിപക്ഷ വർഗീയത ആളിക്കത്തിച്ചുകൊണ്ട് അവിടെ ശത്രുപക്ഷത്ത് അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കളെ നിർത്തിക്കൊണ്ട് അപരവൽക്കരിച്ചുകൊണ്ട് അതിലൂടെ ജിഹാദി രാജ്യം സൃഷ്ടിക്കാമെന്നാണ് അവർ കരുതുന്നത്. എന്നാൽ അവിടുത്തെ ജനങ്ങൾ ഈ തീവ്രവാദികളുടെ എല്ലാ കുതന്ത്രങ്ങളും പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരുപക്ഷെ നോർത്ത് ഇന്ത്യയിലെ ആളുകളെക്കാൾ, ജനങ്ങളെക്കാൾ അല്പം കൂടി വിദ്യാഭ്യാസവും വിവരവും ഉണ്ട് ബംഗ്ലാദേശിലെ ജനങ്ങൾക്കെന്നാണ് നമുക്ക് ഈ ഒരു തിരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നമ്മുടെ രാജ്യത്ത് പശുവിൻ്റെയും പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെ പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിച്ചുകൊണ്ട്, വർഗീയത ആളിക്കത്തിച്ചുകൊണ്ട്, ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ അപരവൽക്കരിച്ചുകൊണ്ട്, ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഇവരാണ് എല്ലാ പ്രശ്നത്തിനും കാരണം